ഹലോ ഗായ്സ്, ഇത് ഫിസിക്സിൻ്റെ റെക്കോർഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒന്ന് വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ കുറേ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ വീണ്ടും വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതായിരിക്കും. ഞാൻ ഇതിലാണ് ഒരുപാട് ഇങ്ങനെയുള്ള വീഡിയോസ്, റെക്കോർഡിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഈ ചാനലിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെച്ചോളൂ കേട്ടോ. പിന്നെ റെക്കോർഡിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് എനിക്ക് കമൻസിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ റിപ്ലൈ തരാം. ഇനി ഫിസിക്സിൻ്റെ റെക്കോർഡിനെ കുറിച്ച് പറയാനുള്ളത്, നമുക്ക് 14 എക്സ്പെരിമെൻറ്റ്സ് ആണുള്ളത്. 14 എന്തായാലും ഉണ്ട്. ഇനി ചില സ്കൂളിലത് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഒരെണ്ണം കൂടുതലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. ഇപ്പോൾ ചിലപ്പം എൻ്റെ സ്കൂളിലുള്ള ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എഴുതാൻ. അപ്പോൾ അതൊന്ന് നോക്കുക. ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ടീച്ചർ ഫസ്റ്റ് ഒന്നും എഴുതാനേ സമ്മതിച്ചിട്ടില്ല. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പം ഒരു റഫ് റെക്കോർഡാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ അകത്താണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇനി ആദ്യത്തെ ഒരു 2-3 എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് റഫ് റെക്കോർഡിൽ സൈനൊക്കെ കിട്ടി പെർഫെക്റ്റ് ആയ ശേഷം മാത്രമാണ് ഇതിൽ എഴുതാൻ തുടങ്ങേണ്ടത്. അതും ഒറ്റയടിക്ക് എല്ലാ എക്സ്പെരിമെൻറ്റും നമ്മുടെ മെയിൻ റെക്കോർഡിൽ അങ്ങ് എഴുതരുത്. ഫിസിക്സിന് ഞങ്ങളുടെ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഞങ്ങൾ റെക്കോർഡിൽ ഒരു എക്സ്പെരിമെൻ്റ് എഴുതി അതിന് സൈൻ കിട്ടിയിട്ട് ബാക്കി എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ മിസ്സിനെ പോലെ ആയിരിക്കും, വ്യത്യാസം വരും, തെറ്റൊന്നും വരരുത്. അപ്പം മിസ്സ് ചെറുതായിട്ട് അത് നല്ല വലിയ തെറ്റുണ്ടെങ്കിൽ കീറിയിട്ട് ഒന്നുകൂടി ചെയ്യാനൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളങ്ങനെ പേടിക്കണം എന്നില്ല. ഈ ഗ്രാഫ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ സ്കൂളിൽ ഒരു തവണയേ ചെയ്യുള്ളൂ. കാരണം ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ എക്സാമിൽ പോവുകയാണ് ചെയ്യുക, പ്രാക്ടിക്കൽ എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് തന്നെ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യാനുണ്ടാകുക, പക്ഷേ എന്നാലും നമ്മൾ ഓരോരുത്തരും എക്സ്പെരിമെൻറ്റ് ചെയ്തൊരു പരിചയം വേണം. എന്നാൽ നമുക്ക് എക്സാമിന് കൂളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ ഓരോ റെക്കോർഡിൽ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആ റീഡിങ്സ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ലെഫ്റ്റിൽ കാൽക്കുലേഷൻ ചെയ്തത്, അതൊക്കെ നമ്മളിങ്ങനെ ഓരോ തവണ ചെയ്തിട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതാണ് പലർക്കും പല സമയം എടുക്കുന്നതും നല്ല സമയം എടുക്കുന്നതും വരച്ചാൽ ഒട്ടും കിട്ടാത്തതും. അതങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു തരും. റീഡിങ് കറക്റ്റ് അല്ലെങ്കിൽ ഗ്രാഫൊന്നും കറക്റ്റായി കിട്ടില്ല. പിന്നെ ഫിസിക്സിൻ്റെ റഫ് റെക്കോർഡിൽ എഴുതി കഴിഞ്ഞ ശേഷമാണല്ലോ ഇതിൽ എഴുതുന്നത്. പെന്നിൽ തന്നെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡയഗ്രാം വരയ്ക്കുമ്പം, പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിൽ വരയ്ക്കുമ്പം ഒക്കെ നമ്മൾ പെൻസിൽ വെച്ച് തന്നെ എഴുതണം. അത് ടീച്ചേഴ്സ് അങ്ങനെ പറയും, പെന്നിൽ എഴുതരുത്. പ്രത്യേകിച്ച് ഗ്രാഫിൽ നമ്മൾ ഒന്നും എഴുതരുത്. ഗ്രാഫിൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതും, അതൊക്കെ പെൻസിലായിരിക്കണം എഴുതേണ്ടത്. ഗ്രാഫിൽ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പെൻസിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഡയഗ്രാംസ് ഒന്നും ഒരുപാട് വരച്ച് സമയം കളയാനില്ല. അതായത് ഞാൻ ചിത്രങ്ങൾ പോലത്തെ ഒന്നുമില്ല, ജസ്റ്റ് വേർണിയർ അല്ല, മൊമെന്റ് ബാറിൻ്റെ ആ ഒരു ഫിഗർ മാത്രമാണ് വരയ്ക്കാനുള്ളത്. ഫിഗറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതുപോലെയുള്ള കോളംസ് ഇങ്ങനെ വരച്ച് കുറേ കാൽക്കുലേഷൻ ചെയ്യുന്ന ബോക്സ് ഒക്കെ വരയ്ക്കുന്നതാണ് ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇത് നമുക്ക് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഏരിയ എടുക്കുന്നതാണ്. അതൊക്കെ ഗ്രാഫിൽ വരച്ച് ഗ്രാഫിൻ്റെ ആ പേജ് ഒട്ടിക്കാനാണുള്ളത്. ഞാൻ ഒട്ടിച്ചതാണ് ഗൈസ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്ന് ടീച്ചറിനോട് ചോദിച്ച് നോക്കണം. എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് പേരൊക്കെ ഇത് പിന്നടിച്ച് വെച്ചിട്ടുണ്ട്. ചിലത് ഞാൻ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാനും പിന്നടിച്ച് വെച്ചതാണ്. കാരണം നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിന് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 3 പേജൊക്കെ, 2 പേജാണ് മിനിമം, 2 പേജ്, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 പേജൊക്കെ എടുത്താൽ മതി. പിന്നെ എല്ലാം നമുക്ക് ചില എക്സ്പെരിമെൻറ്റ് 2 ഗ്രാഫൊക്കെ ഉണ്ട്. മിററിൻ്റെ ലെൻസിൻ്റെ ഒക്കെ എത്തുമ്പോൾ 2 ഗ്രാഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രാഫ് നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് വെച്ചാലൊക്കെയാണ് നല്ലത്. പിന്നെ കുറേ ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് തരും. ഇനി നമ്മൾക്ക് ഞാൻ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മനസ്സിലാവാത്ത പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഞങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു എല്ലാ സ്കൂളിലും. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എയിം എഴുതണം. അതൊക്കെ റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഈ ബ്ലാങ്ക് പേജിലാണ് എല്ലാ കോളംസും കാൽക്കുലേഷൻസും ഫിഗറൊക്കെ വരുന്നത്. എയിം എഴുതണം, പ്രിൻസിപ്പിൾ എഴുതണം, പ്രൊസീജിയർ എഴുതണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം അവസാനമാണ് റിസൾട്ട് എടുത്ത് എഴുതേണ്ടത് ഒരു എക്സ്പെരിമെൻറ്റിൽ. പിന്നെ അപ്പാരറ്റസിൻ്റെ പേരൊന്നും എഴുതണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത്. റെക്കോർഡിൻ്റെ അകത്ത് എക്സാമിന് അപ്പാരറ്റസിൻ്റെ പേരൊക്കെ എഴുതണം. പിന്നെ ഈ പ്രൊസീജിയർ നമ്മൾ റെക്കോർഡിൽ എഴുതുന്നത് മാത്രമാണ്, എക്സാമിന് ഈ പ്രൊസീജിയർ എഴുതാനില്ല. റിസൾട്ട് ഏറ്റവും ലാസ്റ്റാണ് എഴുതേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി ശീലിച്ചോ. എക്സാമിന് റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതുമ്പം ഭയങ്കര ഇതാക്കിയിട്ട് ചെയ്യണമെന്നില്ല. നമുക്കൊരു മാനുവൽ പോലത്തെ സാധനം തരും, അതിൽ നോക്കിയിട്ടാണ് ഇതൊക്കെ എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഭയങ്കര വിശദീകരിച്ചിട്ടുണ്ടാകും, അതിൻ്റെ പ്രൊസീജിയറൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അത്രയും വിശദീകരിച്ച്
പൂർത്തീകരിച്ചൊന്നും നമ്മൾ റെക്കോർഡിൽ എഴുതണം എന്നില്ല, ചുരുക്കി എഴുതാം. പിന്നെ പ്രിസത്തിൻ്റെ കണ്ടില്ലേ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഭയങ്കര പാടാണ് ഗൈസ്. പാടെന്നല്ല, നമുക്കത് കറക്റ്റ് ആംഗിൾ കിട്ടിയാലേ, എൻ്റെ കേവ് അത്ര പെർഫെക്റ്റ് കേവ് ഒന്നും അല്ല ഈ വരച്ചേക്കുന്ന ID കേവ്, അത് അത്രയെങ്കിലും കിട്ടണമെങ്കിൽ നമ്മുടെ റീഡിങ് അത്ര കറക്റ്റ് ആയിരിക്കണം. നല്ല ടൈം എടുക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അതൊക്കെ ലാസ്റ്റിലോട്ടാണ് ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായത്. ഓരോ ഗ്രൂപ്പ് അനുസരിച്ചിരിക്കും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിനെ കണ്ടില്ലേ, അതൊക്കെ ഒന്ന് നോക്കി. അതൊക്കെ നല്ല സമയമെടുക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് ചെയ്യുമ്പോൾ തന്നെ സമയമെടുക്കും. ചിലപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വീട്ടിൽ വന്ന് കാൽക്കുലേഷൻ ചെയ്ത് ടീച്ചറിൻ്റെ സൈൻ മേടിച്ച് പിന്നെ ഇത് റെക്കോർഡ് ചെയ്താൽ ഇതൊക്കെ ഭയങ്കര ടൈം എടുക്കുന്ന പരിപാടിയാണ് ഗൈസ്. അതാണ് +2 നമുക്ക് അധികവും പഠിക്കാൻ ടൈം കിട്ടാത്തത്. ഇങ്ങനെ കുറേ എഴുതാനും ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാകും. പിന്നെ നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഗ്രാഫിൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു അല്ലേ, അതായത് ടീച്ചറിൻ്റെ സൈന് റഫിൽ മേടിച്ച ശേഷമാണ് നമ്മൾ ഇതിൽ എഴുതാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഞാൻ പറയാത്ത പോലത്തെ എന്തെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് പറയുന്നതായിരിക്കും. പിന്നെ ഓംസിലോയ്ക്ക് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനുണ്ടാകും. അത് എക്സാമിന് വരയ്ക്കാണ്ട് ലെൻസിലും 2 ലെൻസിൻ്റെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും കോൺകേവ് മിററും ഇതിലൊക്കെ നമുക്ക് ഈ ഡയഗ്രാം റെക്കോർഡിൽ വരയ്ക്കുന്നത് എക്സാമിന് വരച്ച് പഠിക്കാനുണ്ട്. പിന്നെ ലെൻസിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ഗ്രാഫ് വരുന്നുണ്ട്. ഈ 1/u 1/v ഗ്രാഫ് ഭയങ്കര കൺഫ്യൂസിങ് ഗ്രാഫാണ് ഗൈസ്. അത് ഞങ്ങൾ തന്നെ ഒരുപാട് ഇങ്ങനെ ടൈം എടുത്തു അത് ഒന്ന് വരച്ച് നോക്കാം. പിന്നെ വരച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു ഗൈസ്. അതെന്ന് വെച്ചാൽ ആ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്യുന്ന കറക്റ്റായിട്ട് അറിയണം. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ 1-2 ആദ്യത്തെ 1-2 എക്സ്പെരിമെൻറ്റ് നമ്മൾ ഗ്രാഫ് വരച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. നമ്മൾ സ്വയം തന്നെ ഗ്രാഫ് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്, വേറെ ആളുടെ കയ്യിൽ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും. കാരണം എക്സാമിന് നമുക്ക് സ്വയം ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം നമ്മൾ ഈ സ്കൂളിൽ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഇത്രയും ഒക്കെ ചെയ്യണോ, എക്സാമിന് എങ്ങനെ ടൈം കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ എക്സാമിന് ആക്ച്വലി നമുക്ക് ഇതിലെല്ലാം ചെയ്യാനുണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്യുമ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡും ഗ്രാഫ് വരയ്ക്കുന്നതും അല്ലാതെ വരയ്ക്കുന്നതും പിന്നെ ഇപ്പോൾ മിററിൻ്റെ തന്നെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പല മെത്തേഡിൽ ചെയ്യുന്നതൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ സാധാരണ ചെയ്യുന്ന അല്ലാണ്ട് വേറെ കുറേ മെത്തേഡുകളൊക്കെ ചെയ്യുന്നുണ്ട് ലെൻസിലൊക്കെ വരുമ്പം. അതെല്ലാം ഒന്നും എക്സാമിന് ഉണ്ടാവില്ല. എക്സാമിന് നമുക്ക് ഏതെങ്കിലും കുറച്ച് മാത്രം ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചൊക്കെ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ബയോളജിയുടെ ഒക്കെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണോ, പെൻ ഉപയോഗിച്ചാണോ, ഏതിലാണ് എഴുതേണ്ടത്, പെന്നിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടീച്ചേഴ്സ് എങ്ങനെയാണ് പറഞ്ഞത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതാണ്. ഞാൻ ചിലത് പെന്ന് ഉപയോഗിച്ചിട്ട് സുവോളജിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടണി മിസ് കറക്റ്റ് സ്ട്രിക്റ്റായി പറഞ്ഞിട്ട് പെൻസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. സുവോളജി മിസ് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. സുവോളജിയിൽ പെന്നിൽ എഴുതായിരുന്നു, പക്ഷേ ബോട്ടണിയിൽ പെൻസിൽ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ടീച്ചേഴ്സിനനുസരിച്ച് അത് വ്യത്യാസം വരും. നിങ്ങളുടെ ടീച്ചറുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ടീച്ചർ ഇതൊക്കെ എഴുതാൻ തുടങ്ങുന്ന മുമ്പ് പറഞ്ഞു തരും. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ഫിസിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയൊക്കെയാണ് വരുന്നുള്ളത്. ഇത്രയും എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ 1 വർഷം കഴിയും ഗൈസ്. ഇഷ്ടമായാലും ഇപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.